ഇന്നുണ്ടല്ലോ ഈ ഒരു ഐസ്ക്രീമിന്റെ സംഭവം കിട്ടിയിട്ടുണ്ട്. ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച ഒരു പെൻ ഹോൾഡർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്നാണ്. പിന്നെ ഞാൻ വിചാരിച്ചു അതൊക്കെ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ, അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്കൊന്ന് മാറ്റി പിടിക്കാന്ന് ഉദ്ദേശിച്ചത് വലിയ മാരക സംഭവം ഒന്നും ഉണ്ടാക്കാനല്ല കേട്ടോ. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ഫ്ലവർ പോട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിപ്പോ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഐസ്ക്രീമിന്റെ ഈ ഒരു സംഭവം എടുത്തതിന് ശേഷം അത് രണ്ടായിട്ട് കട്ട് ചെയ്യുക. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും ഇതേപോലെ ആക്കിയിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ള രണ്ട് സൈഡിലുള്ള അവിടെ ഒരു ഹോളും കൂടി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് പിന്നെ ഇതേപോലത്തെ ഒരു റോപ്പ് എടുത്തതിന് ശേഷം അതിന് മൊത്തത്തിലൊന്ന് ചുറ്റിയെടുക്കുക. അങ്ങനെ അത് മൊത്തത്തിലൊക്കെ ഒന്ന് ചുറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മളൊരു ഹോൾട്ടില്ല അതിൽ കൂടി ഈ റോപ്പ് ഒന്ന് കെട്ടി കൊടുക്കണം. അതും കൂടി അങ്ങോട്ട് ചെയ്തപ്പോഴേക്കും എന്റെ റോപ്പ് മൊത്തത്തിൽ തീർന്നിട്ടുണ്ടായിരുന്നു. അതുമ്പോ മൊത്തത്തിലൊക്കെ ഒന്ന് ചുറ്റിയെടുക്കുമ്പോഴേക്കും അത് തീരുമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ലാസ്റ്റ് കെട്ടാനും കൂടി ഉള്ളത് ഉണ്ടായിരുന്നു. ഇത്രയുള്ള പണി നമ്മുടെ ഫ്ലവർ പോട്ട് ഇവിടെ റെഡിയായി. ഇനി ഇതിലിടാൻ വേണ്ടിയിട്ട് ഫ്ലവർ വേണമല്ലോ. അങ്ങനെ അതിൽ ഇട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുമ്പ് എപ്പോഴും ഉണ്ടാക്കി വെച്ചിട്ടുള്ള ടിഷ്യൂ പേപ്പർ ഫ്ലവേഴ്സ് ആണ് ഞാൻ ആദ്യം വെച്ചത്. പക്ഷെ അത് വലിയ ഭംഗിയില്ലാത്തതുകൊണ്ട് അത് മാറ്റിയിട്ട് ഞാൻ ഇവിടെ ഇരുന്ന ഒരു പ്ലാസ്റ്റിക് ഫ്ലവർ ആണ് എടുത്തത്. അത് വെച്ചപ്പോൾ അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. ഇനി എന്താ, ഇത് എവിടെയെങ്കിലും ഒക്കെ തൂക്കിയിടാം. അപ്പൊ ഇത് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബും കമന്റും ഒന്നും മറക്കണ്ട.